Everything that is done in this world is done by hope. The words of Martin Luther King. Every moment in your life is a hope. Yes, really, it's our proud privilege to host our school annual day celebrations with a virtual phase in the view of the pandemic crisis. All these efforts to conduct the event online to kindle the spirit of togetherness and encourage our students to showcase their talents despite the difficult times. We all made it. We navigated online learning, spent more time with our family, mastered Zoom, and socialized with our friends. We have been part of history this year, and let's hope that this year is consigned to such for the challenges that it has presented to us. The Alba family never failed to adorn the campus with the word success. We have only achievement in every walk. Even in this time of crisis, we successfully running our online classes. We celebrated Environment Day, Arts Fest, Teachers' Day, Independence Day, Children's Day, and even we formed our school parliament through virtual voting. And now, towards the end of this virtual academic year, and preparing for a colorful post-pandemic academic year, we open before you our annual day celebrations. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അൽബാബ് സീനിയർ സ്കൂൾ ഇന്ന് നമ്മുടെ അഭിമാനമാണ്. 16 വർഷങ്ങളെക്കൊണ്ട് വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഉന്നതമായ സ്ഥാനം കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. 2004 ജാനുവരി 30 കാട്ടൂർ ആസ്ഥാനമായി രൂപീകൃതമായ അൽബാബ് ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തനമാരംഭിച്ച അൽബാബ് സീനിയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു മുന്നേറുമ്പോൾ നാം കൃതജ്ഞരാണ്. പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് സ്തുതികൾ അർപ്പിക്കാം. ആഹ്ലാദകരമായ സന്തോഷകരമായ ഈ ധന്യനിമിഷത്തിൽ 16ാം വാർഷികാഘോഷങ്ങളിലേക്ക് സർവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കാലത്തിൻ്റെ വ്യതിയാനങ്ങൾ അതിവേഗത്തിലാണ്. കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ ഉന്നത വിദ്യാഭ്യാസം അനിവാര്യം. ലോകത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാൻ കാലികമായ വിദ്യാഭ്യാസം ആർജിക്കണം. ലോക നിലവാരമുള്ള വിദ്യാഭ്യാസത്തിനായി കലാലയങ്ങൾ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കണം. സമകാലിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ വളരുന്ന തലമുറ കഴിവാർജിക്കണം.
ആധുനികതയുടെയും ആധ്യാത്മികതയുടെയും സമന്വയ വിദ്യാഭ്യാസത്തിനാണ് പ്രസക്തി. ആധുനിക സാങ്കേതിക സൗകര്യങ്ങളും അതിനൂതന വിദ്യകളും മേളിക്കണം. അൽബാബിൻ്റെ ഈ രംഗത്തുള്ള വളർച്ച സർവർക്കും ആഹ്ലാദകരമായിരിക്കുന്നു. ഗുണകാംക്ഷികളുടെ പ്രോത്സാഹനങ്ങൾ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് മാറ്റുകൂട്ടിയിരിക്കുകയാണ്. അൽബാബിൻ്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ പ്രത്യേകിച്ച് ഫാമിലി കൗൺസിൽ അംഗങ്ങളുടെ നിസ്സീമമായ പിന്തുണയും സഹായങ്ങളും കാലം ഒരിക്കലും മറക്കുകയില്ല, തീർച്ചയാണ്. തുടർന്നും ഈ ധർമ്മ മുന്നേറ്റത്തിൽ നമുക്കൊത്തൊരുമിച്ച് മുന്നേറാം. ഉന്നതങ്ങൾ കീഴടക്കി കാലത്തെ അതിജയിക്കാൻ ജഗനിയന്താവായ സ്രഷ്ടാവ് അനുഗ്രഹിക്കുമാറാകട്ടെ. 16ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ബഹുമാന്യനായ ചെയർമാൻ PK ബാബാദാരിമി അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജവഹർലാൽ നമ്മുടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ശൃംഖലയായ IMEയുടെ നേതൃത്വം ബഹുമാന്യനായ നൗഫൽ സാർ, ട്രസ്റ്റ് ഭാരവാഹികൾ, ഫാമിലി കൗൺസിൽ അംഗങ്ങൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യരായ അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ, മറ്റു രക്ഷിതാക്കൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യട്ടെ. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി മുന്നിൽ നിന്ന് നയിക്കുന്ന സ്കൂളിൻ്റെ ഹെഡ് ബോയ് ഹംദാൻ നിഷാദ്, ഹെഡ് ഗേൾ അഫ്ര ഷമീർ, മാഗസിൻ എഡിറ്ററും ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ സാങ്കേതിക കോർഡിനേറ്ററുമായ മുഹമ്മദ് റിസ്വാൻ, ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി മുഹമ്മദ് ആദിൽ, ജനറൽ ക്യാപ്റ്റൻ റസൽ, വാർഷികാഘോഷ കൺവീനർ ബെറ്റി ടീച്ചർ എന്നിവർക്കും ഞാൻ പ്രത്യേകമായി സ്വാഗതം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ മഹത്തായ വാർഷികാഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയും എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദനം. അൽബാബ് 16ാം വാർഷികത്തിൻ്റെ ധന്യതയിലാണ്. 16 വർഷങ്ങളുടെ ധന്യമാർന്ന തിളക്കമാർന്ന ഓർമ്മകൾ നമ്മുടെ മനസാന്തരത്തിലേക്ക് കടന്നു വരുന്നു. COVID-19 പശ്ചാത്തലത്തിൽ നമുക്കേറെ പ്രതിസന്ധികളും പരിമിതികളും ഉണ്ടെങ്കിൽ തന്നെയും ഒരു വിദ്യാഭ്യാസ കലാലയം എന്ന അർത്ഥത്തിൽ എല്ലാ മേഖലകളിലും കുറവുകളില്ലാതെ, ന്യൂനതകളില്ലാതെ സമയാസമയങ്ങളിൽ വേണ്ടതെല്ലാം നിർവഹിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞൊരു ചാരിതാർത്ഥ്യം ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ കഠിന പ്രയത്നങ്ങൾ ചെയ്യുന്ന മാനേജ്മെൻറ്റ് തുടങ്ങി മാനേജ്മെൻറ്റിലെ ഓരോ പ്രതിനിധികൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട സ്റ്റാഫ്, സഹകാരികൾ, ടീച്ചേഴ്സ്, ഇതര സ്റ്റാഫുകളെല്ലാം വളരെ തീവ്രമായ സാഹസങ്ങൾ സഹിച്ചിട്ടുണ്ട്. കോവിഡ് കാലം പല പരിമിതികളും പ്രതിസന്ധികളും എല്ലാ മേഖലകളിലും എന്ന പോലെ വിദ്യാഭ്യാസ രംഗത്തും അനുഭവപ്പെട്ടുവെങ്കിൽ തന്നെയും കലാലയത്തിൽ നടക്കേണ്ട ആക്ടിവിറ്റീസ് മുഴുവനും നമുക്ക് ഉൾക്കൊള്ളുവാനും നടത്തുവാനും കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളും ബഹുമാന്യരായ പേരൻസും വളരെയധികം കോൺഫിഡൻസ് ചെലുത്തുന്നു, പ്രതീക്ഷകൾ പുലർത്തുന്നു എന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഇതുവരെയും വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ, പ്രത്യേകിച്ച് അൽബാബിൻ്റെ പുരോഗമന പ്രവർത്തനത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അവരെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം നമുക്ക് ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു കലാലയം
വിദ്യാഭ്യാസ യോഗ്യമാകണമെങ്കിൽ ധാരാളം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അവിടെ ഒത്തിണങ്ങേണ്ടതുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ അന്തരീക്ഷങ്ങൾ അനുകൂലമായി തീരണം. കഴിവും മികവുമുള്ള അധ്യാപകന്മാർ വേണം. അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങും പരിശീലനവും വേണം. കാലത്തിൻ്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഗതിവിഗതികൾ മനസ്സിലാക്കാനുള്ള ഒരു ആർജവ ശക്തി മാനേജ്മെൻറ്റ് പുലർത്തേണ്ടതുണ്ട്. ഈ വിഷയത്തിലെല്ലാം അൽബാബ് വളരെ അഡ്വാൻസ്ഡ് ആണ്. സന്ദർഭങ്ങൾക്കനുസരിച്ചുകൊണ്ട് പരിമിതികൾക്കുള്ളിൽ തന്നെ വേണ്ടതെല്ലാം അപ്പോൾ നിർവഹിക്കാൻ ഉത്സാഹിച്ചു വരുന്നു. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കണം. കലാലയം പുരോഗതിയിലേക്ക് ഇനിയും വളരണം. പ്രത്യേകിച്ച് ഇവിടെ അറിവ് പഠിക്കുന്ന മക്കൾ, വിദ്യാർത്ഥികൾ മിടുക്കരും യോഗ്യരുമാകണം. അവർ ആവശ്യമായ മുഴുവൻ വിഭവശേഷികളും സമാഹരിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് എല്ലാവർക്കും കൂട്ടമായി പ്രയത്നിക്കാം. ഈ 16ാം വാർഷിക വേളയിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അവരുടെ രക്ഷിതാക്കൾ, അവർക്ക് അറിവ് പകരുന്ന അധ്യാപകമാർ, ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സമിതിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹകാരികൾ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട. ബഹുമാന്യരെ, അൽബാബ് ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സെൻറ്റർ 17 വർഷം പിന്നിടുകയാണ്. അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് അൽബാബ് സെൻട്രൽ സ്കൂൾ. 17 വർഷത്തെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. 1-2 കാര്യം മാത്രം ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാട്ടൂരിൻ്റെ ഹൃദയഭാഗത്ത് കനോലിക്കനാലിൻ്റെ തീരത്ത് 7 ഏക്കറോളം വരുന്ന വിശാലമായ സ്ഥലത്ത് ബഹുമുഖ പദ്ധതി ലക്ഷ്യം വെച്ച് 2004 ജനുവരി 30 രൂപീകരിച്ച എഡ്യൂക്കേഷൻ ട്രസ്റ്റാണ് നാം കാണുന്ന ഇന്ന് നിലവിലുള്ള സ്ഥാപനം. വർഷങ്ങൾ നീണ്ട ചിന്തകൾക്കും ചർച്ചകൾക്കും വിദ്യാഭ്യാസ വിദഗ്ധരുമായി കൂടിയാലോചനയ്ക്ക് ശേഷമാണ് നാം ഇതിന് തുടക്കം കുറിച്ചത്. വൈജ്ഞാനിക മേഖലയിൽ സമഗ്രമായ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം ഇത് തുടങ്ങിയിട്ടുള്ളത്. 2004 മാർച്ച് 30 ലോക പണ്ഡിതൻ സുൽത്താനുലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതിന് ശിലാസ്ഥാപനം നിർവഹിച്ചു. 17 വർഷം കൊണ്ട് അൽബാബ് വളരെ മാറ്റങ്ങൾ കൊണ്ട് പ്രസിദ്ധമായി. അൽഹംദുലില്ലാ. പ്രകൃതി സൗന്ദര്യവും ശാന്തതയും മുറ്റിനിൽക്കുന്ന ക്യാമ്പസിൽ പഠന നിലവാരത്തിലും അച്ചടക്കത്തിലും പാഠ്യേതര വിഷയത്തിലും ഉയർന്നു നിൽക്കുന്നു. വ്യത്യസ്ത മത്സര പരീക്ഷകളിലും കലാകായിക രംഗങ്ങളിലും മുൻകാല പ്രിൻസിപ്പാളും, പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിലുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ ജവഹർ സാർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വം വളരെ ഗുണകരമായ മുന്നേറ്റമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം കഴിവുറ്റ നമ്മുടെ ടീച്ചേഴ്സ് അതിന് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് എല്ലാവരെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ കോവിഡ് സമയത്തും നമ്മുടെ ടീച്ചേഴ്സ് നൽകുന്ന ക്ലാസുകൾ വളരെ പ്രശംസനീയമാണ്. രക്ഷിതാക്കൾ സംതൃപ്തി നമ്മളെ അറിയിക്കുന്നുണ്ട്. ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ് അൽബാബ് നൽകി വരുന്നത്. ഈ സമയത്തും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകി വരുന്നുണ്ട്. അൽബാബ് മറ്റ് ട്രസ്റ്റ് ഭാരവാഹികൾ, ഫാമിലി മെമ്പേഴ്സ്, രക്ഷിതാക്കൾ, പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, ഇതര സ്റ്റാഫുകൾ എല്ലാവരും ഒന്നിച്ചു പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമാണ് ഈ നേട്ടം നാം കൈവരിച്ചത്. പ്രത്യേകിച്ച് ഈ കോവിഡ് ഘട്ടത്തിലും നിരന്തരം ഫിസിക്കലായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ജനറൽ സെക്രട്ടറി മുസ്തഫ സഖാഫി ഉസ്താദിനെ പ്രത്യേകം ഈ അവസരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ കാലയളവിൽ നമ്മിൽ നിന്നും 2 ട്രസ്റ്റ് ഭാരവാഹികൾ വിട പറഞ്ഞു. എന്നും എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും
നിറഞ്ഞു നിന്ന വ്യക്തിത്വങ്ങൾ ആയിരുന്നു മർഹൂം ഹസ്ബുള്ള ഹാജിയും മെഹബൂബ് ഹാജിയും. അവരുടെ പാരത്രിക ജീവിതം സന്തോഷം നൽകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അൽബാബ് തുടക്കം കുറിക്കുവാനും ഇന്ന് വരെ ഇതിൻ്റെ മാനേജറും ട്രഷററും ആയും പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ആ സ്തുതി അർപ്പിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദനം. ما لنك تكفير عنها كاملا ربنا هيئتنا في أرضك غير رد وهنان لا ملل أفسد الإنسان هكا حولنا إن هولي من فسوق فاشلا طره أكياس البلاستيك لوكنا صار سجنا للأسور مسملا إند سلفان لهرس الهللا إهرم المهلوك هكا حوملا قطع الأشجار عدم رحمتي حولها من جهر صوت نكفلا يا صحابي كيف نسقي ها هنا أكسجن لكل أنس قتلا نأكل في كل يوم كربنا يا لنا من مطعم لن يفضلا ربنا أنعمت فينا كثرة ما لنك تكفير عنها كاملا. Good morning everybody and Assalamu alaikum. Respected principal, teachers, parents and my dear students. I am extremely happy to be with you online on this auspicious occasion of our 16th annual day celebrations. Due to present COVID-19 epidemic condition, we are unable to have a physical annual day program like previous years. I appreciate the sincere effort and hard work of our principal and teachers for successfully conducting all academic and non-academic programs this year online with the support of our parents. I am happy to know that the annual day program also we are conducting virtually with various cultural events by students, and I extend my sincere gratitude towards all the participant students, their parents, teachers and all those who are working behind to make this wonderful event a grand success. As you are aware, our principal Dr. Jawaharlal has been awarded with 2021 international membership by American Psychological Association APA.
I would like to take this opportunity to congratulate Principal Sir on behalf of myself and Albab Management for this great achievement. Our school started in the year 2004, has grown to present condition, and we are maintaining our quality of education with the cooperation and support of our parents. I would request parents to continue this support to survive through this difficult situation of COVID-19 and in future. Once again, wishing you all success and congratulating everybody on the 16th annual day program. I conclude my words. Assalamu alaikum. രചന ഹംസാന രേഖാവ് ഇശൽ ആലമും അർഷും ചേദിപദം അലിഫലി ഓതി മുതൽ അഹദാലേ ചേദിപദം അലിഫലി ഓതി മുതൽ അഹദാലേ തുതി മദന മഹിമ പദം പതി പലതിലും മുതിയോർ പതിമദീന മഹിമതിലും വിധി കഥ മതി മതിവോർ തുതി മദന മഹിമ പദം പതി പലതിലും മുതിയോർ പതിമദീന മഹിമതിലും വിധി കഥ മതി മതിവോർ മതി മതിത്തേ കൊതി കൊതിത്തേ മതി മതിത്തേ കൊതി കൊതിത്തേ തിമിർദമാലേ ചെതിക്കതിരൊളിയലിയാർ സ്തുതി പതിച്ച് നബി നിനച്ച ഇതിൽ മുതൽ വാൻ പതിച്ചു കൊല്ലും സ്തുതി പതിച്ച് നബി നിനച്ച ഇതിൽ മുതൽ വാൻ പതിച്ചു കൊല്ലും പദം പദം മൊഴി സകലം 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 ഗുണമണി നബി സരസു സരസു സുമ സുമ ഹബി സജ ഗുണം ഇണ ഗുണമണി അബി അലി ഗുണം ഗണം ചാല നില നില ബലവും അലി മനം പല ഇണ ഗുണമണമാലേ ചേതി പദം അലിഫലി പോർത്താരം മികവത്തവരെ തുതിർത്തിയെതിർത്ത് കൗമടവിൽ ചേർപ്പതിൽ ഹക്കോരി ചൊക്കർന്ന ബിക്ക് സദീവടവിൽ പോർത്താരം മികവത്തവരെ തുതിർത്തിയെതിർത്ത് കൗമടവിൽ ചേർപ്പതിൽ ഹക്കോരി ചൊക്കർന്ന ബിക്ക് സദീവടവിൽ വാഴ്ത്തു മുസമ്മിലായി ഞങ്ങളിൽ ഇസ്സത്ത് ശിദ്ദത്ത് വേദ പേടും ക്ഷണമായി സത്യ ചിത്തിരനത്തരമായി കുഫുവായി വാഴ്ത്തു മുസമ്മിലായി ഞങ്ങളിൽ ഇസ്സത്ത് ശിദ്ദത്ത് വേദ പേടും ക്ഷണമായി സത്യ ചിത്തിരനത്തരമായി കുഫുവായി കുഫുവളി തരം ചിതമാൻ സഫ് തരം തരം ചിതമാൻ കുഫയിലും അവർ മികവായി ശിഫാദിലുതി സമദൻ സമതുതി മുതുലുയർ മുതൽവാൻ മതി മികവൂർ മതി മതിപ്പ് മതി ഉദിപ്പ് പതി പതിപ്പ് കുതി കുതിപ്പ് പതിപ്പായി പതി പതിപ്പായി സകലം മതി മികവൂർ മതി മതിപ്പ് മതി ഉദിപ്പ് പതി പതിപ്പ് കുതി കുതിപ്പ് പതിപ്പായി പതി പതിപ്പായി സകലം ചേദിപദം അലിഫലി ഓതി മുതൽ അഹദാലേ ചേദിപദം അലിഫലി ഓതി മുതൽ അഹദാലേ. അസ്സലാമു അലൈക്കും. Respected principal, teachers and all my dear friends, a warm good morning to one and all. Finally, after tireless efforts, preparations and eager waiting, we're going to celebrate our annual day function. Before we get into this memorable day, I would like to take you through my journey in the school as a final year student. The best part of coming to school for some may be the cultural activities, teachers or some friends, but to me it is the school on the whole. As this journey is nearing its end, on this annual day, we have identified this requirement and have designed the annual day program in such a wonderful manner.
and we have tried to do something different to make the day more fun and the most memorable one. First of all, I would like to thank a respected principal for creating such a wonderful moment for us. And I would like to thank and respect each parent who have taken time to do all this. And it matters a lot to us, and we are very grateful for that. I cannot finish this annual day speech without adding a thank you note to all my dear teachers who have burnt candles on both the ends and brought light to this magnificent event together for all of us. And a heartfelt gratitude to all my dear friends for their relentless help in running around and carrying things. And now I would like to conclude my words. Thank you. Have a nice day. तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू अमीरे हरम मैं फकीरे अजम, तू अमीरे हरम मैं फकीरे अजम, तेरे गुण और अलब मैं तलब ही तलब, तेरे गुण और अलब मैं तलब ही तलब, तू अता ही अता, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा। इल्हाम है जामा तेरा, इल्हाम है जामा तेरा, कुरानी मामा है तेरा, कुरानी मामा है तेरा, मिंबर तेरा अर्श बरी, मिंबर तेरा अर्श बरी, या रहमतुल लिल आलमीन, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा। तू हकीकत है मैं सिर्फ एहसास हूँ, तू हकीकत है मैं सिर्फ एहसास हूँ, तू समंदर में पटही हुई प्यास हूँ, तू समंदर में पटही हुई प्यास हूँ, मेरा घर आँख पर वो तेरी या गुजर, मेरा घर आँख पर वो तेरी या गुजर, सिदरतुल मुंतहा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू अमीरे हरम मैं फकीरे अजम, तू अमीरे हरम मैं फकीरे अजम, तेरे गुण और अलब मैं तलब ही तलब, तेरे गुण और अलब मैं तलब ही तलब, तू अता ही अता, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा। Greetings to one and all. Today marks the celebration of our annual day program. After our tireless efforts, preparations, and eager waiting, we are going to celebrate our annual day function in the virtual platform, which will be a novel experience for everyone. Annual Day showcases the school's achievements of the entire year. The time has come for us to recall all the ups and downs which we have faced throughout this crucial year. We have tried to do something different that could make this day more fun and as well as memorable. I want to wrap my words up and extend special thanks to our Honorable Principal Sir and respected teachers for all their efforts. I hope everyone enjoys the little efforts put out by us. Thank you.
Unknown Girl in the Maternity Ward by Anne Sexton. Child, the current of your breath is 6 days long. You lie, a small knuckle on my white bed, lie, fisted like a snail, so small and strong at my breast. Your lips are animals. You are fed with love. At first, hunger is not wrong. The nurses gnaw their cabs. You are shepherded down starch halls with the other unnested throng in wheeling baskets. You tip like a cup, your head moving to my touch. You sense the way we belong. But this is an institution bed. You will not know me very long. The doctors are enamored. They want to know the facts. They guess about the man who left me, some pendulum soul going the way men go and left you full of child. But our case, history stays blank. All I did was let you grow. Now we are here for all the world to see. They thought I was strange, although I never spoke a word. I burst empty of you, letting you learn how the air is so. The doctors shot the riddle they asked of me, and I turned my head away. I did not know. Yours is the only face I recognize. Bone at my bone, you drink my answers in. 6 times a day I prize your need, the animals of your lips, your skin growing warm and plump. I see your eyes, lifting their tints. They are blue stones. They begin to outgrow their moss. You blink in surprise, and I wonder what you can see, my funny kid, as you trouble my silence. I am the shelter of lies. Should I learn to speak again, or, hopeless in such sanity, will I touch some face I recognize? Down the hall, the baskets start back. My arms fit you like a sleeve. They hold catkins of your willows, the wild bee farms of your nerves, each muscle and fold of your first days. Your old man's face disarms the nurses, but the doctors were turned to scold me. I speak. It is you, my silence harms. I should have known. I should have told them something to write down. My voice alarms my throat. Name of father? None. I hold you and name you, bastard, in my arms. And now that's that. There is nothing more that I can say or lose. Others had tried life before and could not speak. I tightened to refuse your owling eyes, my fragile visitor. I touch your cheeks like flowers. You bruise against me. We unlearn, I am sure, rocking you off, you break from me. I choose your only way, my small inheritor, and hand you off, trembling the cells we lose. Go, child, who is sin and nothing more. Thank you. Hello everyone, Assalamu alaikum, greetings of the day. Hope you all are doing good and safe, and I would like to remind you to always follow the COVID protocol because the coronavirus is not so far from us at this present scenario. So, as we all know, we are going through a virtual academic year because of the coronavirus. So, instead of only having the online classes, we have the luck and privilege to take part in the Arts Fest, Youth Festival, to vote for the school parliament election and all. So, I would like to thank Albab management, principal, teachers for making this happen. So, I'm too privileged to be here to convey my wishes to the virtual annual day. So, I hope this will be a great successful event like our previous events, and also wishing all the participants to perform their level best. So I would like to thank God Almighty at first for all His blessings, and again thanking Albab management, principal, teachers, and also the students who are in charge for conducting and coordinating this program, and also for making this more colorful. And I would like to thank all the participants for participating in this event and making it more successful.
So I would like to conclude my words by remembering you to always stay safe and to follow the COVID protocol. So I would like to conclude my words. Thank you. Have a nice day. Assalamu alaikum. السلام عليكم ورحمة الله تعالى وبركاته وجنته ومغفرته. I am Muhammad Misbah. I am studying Quran QKG in Al-Bab Central School, Katur. Suratul Infitar. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين. وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. صدق الله العلي العظيم. السلام عليكم ورحمة الله تعالى وبركاته وجنته ومغفرته. If you can love, trust, respect, and support each other from a distance, then you will be unstoppable once you are physically together. This poetic sentence is more than enough to indicate the harmonious relationship between parents, students, and teachers in this online world of education. Esteemed dignitaries of the dais, parents, teachers, my dear students, our staff, other Alba family members, and all well-wishers. May God, the Almighty, shower His blessings on you and your family at this great occasion. This is really awesome moments for Albab community to celebrate its 16th anniversary in online platform. Sometimes our school may be the first among such schools in Kerala to conduct an online annual day celebration in this academic year. First of all, I extend my gratitude to the Albab management headed by its chairman Bawa Darimi Ustad, Vice Chairman Abdullah Kuti Haji, General Secretary Mustafa Sakafi Ustad, Secretary Rafiq Ustad, Treasurer and Manager Siddiq Haji, and CEO Muhammad Kuti Haji, and its senior member Mr. Shamsuddin, and other members for creating such an excellent opportunity. At this juncture, I painfully remember the departure of our great Hasbullah Haji, the senior vice chairman of Albab Charitable Trust, who worked as the strong skeleton of Albab Charitable Trust throughout his life. Coming to the annual report, I may say that Alba family contributed a massive and magnificent performance this year by stunning its well-wishers and surrounding people. Planting more than 15,000 plants in a day is not a mere idea, but it was a great venture from the participants of Albab family in a single day as a part of its Environmental Day celebrations.
Starting from that magical experience, we now reach to its peak performance of its prestigious annual day. It's not wise to deliver a big speech at this online platform. Our teachers and office staff were working hard as a single binding system to ensure the success of all the curricular and co-curricular activities in this academic year. Apart from the Environmental Day, our students and Alba family members celebrated various activities like Reading Day, Wakam Muhammad Bashir Day, School Parliament elections, Independence Day celebrations, School Arts Festival, Kids of Festo, Onam celebrations, IIMA State Arts Festival, Gandhi Jayanti, Swachh Bharat Mission, Fit India activities, Children's Day celebrations, and other various festivities of day celebrations. Other than the extracurricular activities, Albab conducted number of class tests, periodic assessments, and term examinations, robotic classes, and online physical education classes in its right way. Cooperation from the parents for exams and studies is outstanding and immense. I extend my sincere gratitude to Mrs. Shazina Ayub and her department teachers for supervising various science-based programs and art-integrated activities. Mr. Akbar and all ustads for all madrasa and Arabic activities. Mrs. Sabida and her associates for social activities, including parliament election. And Mrs. Divya and Bindu and the department teachers for language-based programs. And Mrs. Fatima, and Mrs. Priti Mahesh, Mrs. Shani Lalu, Mrs. Hannat, Mrs. Hazina Salim, Mrs. Shalish Suresh for conducting arts-based programs both in school and state level. I may not forget to deliver my gratitude to our technical teachers headed by Mrs. Preeta for organizing various activities including this annual day, exams, and YouTube activities in coalition with our brilliant school parliament leaders Afra Shamir, Hamdan Nishad, Muhammad Adil, Muhammad Razil, and Nismi, Nahal Bashir, Muhammad Sadiq, Afsana, Fahmida, and the technical head of magazine editor Muhammad Rizan. Our office staff team headed by Sarita and HM Sindhu Rajagopal stood shoulder to shoulder to coordinate all the activities of this online academic year in a colorful and dynamic manner. And last but not least, it's my duty to congratulate Mrs. Betty to coordinate this annual day celebrations as its general convener. I conclude this report synopsis by rendering enormous amounts of gratitude to our beloved students and parents for making this academic year a wonderful one. Thanks to all. Jai Hind. Happy greetings of the day to our most valued principal, management committee, teachers, parents, and dear students. It's my privilege to propose a vote of thanks speech and acknowledge the contribution of those who worked really hard to make this annual day celebration happen. On behalf of the entire fraternity of the institution, extend my most sincere thanks to the Almighty God for making today's event a resounding success. With His blessings and grace, we are able to make this event what it was. I extend the words of gratitude to our chief guest, Mr. Naufal sir, who spared time to grace this occasion. Today we had an opportunity to hear your thought, and this will surely be going to encourage us in our future events. I am immensely thankful to the management committee for their enormous cooperation within the organization of the gala event. Special words of gratitude to our most respected principal, Dr. Jawaharlal sir, for being the catalyst that stimulated us to do our best and stand as pillars of strength. An event like this cannot happen overnight.
The wheels start rolling weeks ago. It requires planning and a bird's eye for details. We have been fortunate enough to be backed by a team of very proactive and dedicated staff of our institution who are well versed in their job. Thank you all. Our sincere gratitude goes to all parents and well wishers for your rock solid support system and encouragement. Without your support, children were not being able to achieve excellence. Finally, I would like to thank our budding rock stars who made this event joyful with their impressive performance. Your days of hard work were evident in your acts. Once again, thank you all. Tower on the beat.
by Sastro. One day, a famous mathematician conducted great meeting of numbers. All the numbers except 0 came for the meeting. 0 was hiding in an unknown place. The mathematician ordered all the numbers to bring 0. All the numbers began to search for him. At last, they found him hiding under a tree. They presented him in front of the mathematician. Mathematician asked, "Why are you flying?" 0 started crying. Sir, I am 0. According to people, I have no value. No one respects me. It hurt me a lot. Mathematician thought for a while and asked number 1 to stand to the left of 0. He asked, "What is the value of this number?" 10. All numbers piled out leave. He said, as the number of 0 increases, the value of 1 increases, like 10, 100, 1000. 0 became very happy. Moral of the story: everything in the world is precious. When we stand united, the value increases. Thank you. One's destination is never a place, but a new way of seeing things. Assalamu alaikum. A warm greetings to you all. I am Afsana Sharfuddin of Plus One Science. As always, I have not come up to deliver a speech or to talk on a particular topic, but to take you all for a virtual tour abroad. During this COVID-19 pandemic situation, we all are unable to go for a trip or to enjoy ourselves with our friends. Today, I'm here to take you all for a journey to a historical or to say a geographical as well as a nature and greenery area in an emirate of the country United Arab Emirates or UAE. Firstly, I'm going to take you all to a peak named Jabal Hafid. Jabal Hafid is the third highest peak in Abu Dhabi and the third highest in the UAE. It is also home to some of the most beautiful roads in the country. Summit of the mountain is 1,200 meters or 4,000 feet above the sea level. From the top of the mountain, you will get the entire view of the Al Ain city sprawling beneath it. The winding road in Jabal Hafid has been romanticized by tourists and motorheads for many decades. Before the building of this 2-lane highway on the mountain, there existed nothing more than just a mountain trail. On top of the mountain, there is a viewpoint with a vast parking lot. The mountain road in Jabal Hafid is 11.2 kilometers long. The road climbs the mountain with several turns and twists, a total of 60 of them. Driving on this road itself is fun. It's also one of the most challenging roads in the world because of its steep gradient and hairpin turns. There are some viewpoints along the way. You can take breaks and have some snacks from the cafes in those areas. This road is a favorite destination for cyclists. When it's winter, you will see a lot of cyclists pedaling their way up the mountain. The sunset of this place is also awesome to see. At night, the roads will be covered with the street lights, and while seeing from a far point, it looks so good. Herewith, I'm ending the description of the country's third highest peak, namely Jabal Hafid. As it says, always take the scenic route. Everyone likes to go for a trip to a very natural and greenery filled place. Today, I'm also taking you all to such a place called Wadi Shiz. Wadi Shiz is a wadi or a seasonal watercourse in the Hajar Mountains in the Emirate of Sharjah, UAE. It is a change away from the usual malls, parks, beaches located in the country's east coast, Fujairah. The settlement has the unique reference of falling within a counter exclave. This means that it sits in a region that belongs to Sharjah that lies within an exclave of Oman. Correspondingly, the Omani exclave resides in UAE. This hidden nature spot and the surrounding Hajar mountain terrain is subsequently an area of natural beauty. From rocky roads where you can get out and take small walks, driving along roads where the sides rise vertically into the sky for 20 plus meters to clear pools of water. A new exciting addition to the area is Shiz Park, which has play areas
seating areas, a waterfall, coffee shop, barbecue areas, and lovely views. I'm not making you all bored by saying a lot of things. With this, I'm ending my words on this amazing place. Let us all together pray for the end of this contagious pandemic COVID-19 from the whole world and for those days to come back in which we all enjoyed ourselves with our friends in our school. With all these wonders, I'm saying a bye-bye to you all. I will again come up with new ideas and videos. Till then, this is Afsana signing off. Bye-bye. Assalamu alaikum. Let's sing a nation song about COVID-19. La la la, COVID-19. It's a cruel virus. Just kill that one. La la la, to beat that virus, stay home safely and break the chain. La la la, COVID-19. It's a cruel virus. Just kill that one. La la la, to beat that virus, stay home safely and break the chain. La la la, wash, wash, wash your hands. Rub, rub, rub your fingers. Clean, clean, clean your body. Be hygienic and stay provider. Wash, wash, wash your hands. Rub, rub, rub your fingers. Clean, clean, clean your body. Be hygienic and stay provider. La la la, respect nature. Salute the healthcare. They were for us, don't forget. La la la, COVID-19. It's a cruel virus. Just kill that one. La la la. Thank you. Lord, lead us.
നിന്ന് പറന്നു വന്നു. അവളെ കണ്ടതും തെല്ലു നിരസത്തോടെ പഞ്ചവർണ്ണത്തത്തൾ ചോദിച്ചു, നിനക്കെന്താണ് ഇവിടെ കാര്യം? വെള്ളരിപ്രാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നാം ദാ വെള്ളരിക്കുന്നിലാണ് പാർക്കുന്നത്. മഴയിലും കാറ്റിലും എന്റെ കൂട് തകർന്നടിഞ്ഞു. ഇവിടെ നല്ലവരുണ്ടെന്ന് കേട്ടു. എന്നെ കൂടെ കൂട്ടാമോ? എന്നെ ഉപേക്ഷിക്കരുത്. പ്രാവിന്റെ കരച്ചിൽ കേട്ട് പഞ്ചവർണ്ണത്തത്തളുടെ മനസ്സറിഞ്ഞു. പാവം, ഇവിടെ നിന്നോട്ടെ. കൂട്ടത്തിൽ മുതിർന്ന തത്തമ്മ പറഞ്ഞു. വെള്ളരിപ്രാവ് കൊച്ചു കൊച്ചു ചില്ലകൾ കൊണ്ട് കൊച്ചുകൂടുണ്ടാക്കി. അങ്ങനെ അവർ കൂട്ടുകാരായി. കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം 2 മരം വെട്ടുകാർ പുഴ കടന്നെത്തി. സുന്ദരമായ കാടും തിങ്ങി നിൽക്കുന്ന മരങ്ങളും കണ്ടവർ അത്ഭുതപ്പെട്ടു. മൂർച്ചയുള്ള മഴ കൊണ്ട് മരങ്ങളെല്ലാം വെട്ടി വീഴ്ത്തി. പേടിച്ച് വിറച്ച പഞ്ചവർണ്ണ തത്തൾ കുറ്റിക്കാട്ടിൽ ഒളിച്ചു. പൊൻവയലിൽ പൊന്നി വിതയ്ക്കാൻ പോയ പൊന്നാരപ്രാവുണ്ടോ ഇതൊക്കെ അറിയുന്നു. അവൾ തിരിച്ചു വന്നപ്പോൾ ഞെട്ടിപ്പോയി. എന്തു പറ്റി? പഞ്ചവർണ്ണ തത്തൾ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. ഒരു പണിയുണ്ട്. നാം തിന്നുന്ന പഴങ്ങളുടെ പൊൻവിത്തെല്ലാം ഈ പൊന്മണ്ണിൽ വിതയ്ക്കാം. വളരുമ്പോൾ നമുക്ക് രക്ഷയുണ്ടാകും എന്ന് വെള്ളരിപ്രാവ് പറഞ്ഞു. അവൾ പൊൻവിത്തെല്ലാം വിതച്ച്. പക്ഷേ ആ വർഷം കുഞ്ഞുമഴ കൂടാൻ വന്നില്ല. വെള്ളരിപ്രാവും കൂട്ടരും കൊക്കിൽ ഇത്തിരി വെള്ളമെടുത്ത് പൊൻവയലെല്ലാം നനച്ചു. അവർ പൊൻകതികളെല്ലാം ഒന്നിച്ചു കൊയ്തെടുത്തു. പക്ഷേ ആ വർഷം തീറ്റയ്ക്കൊട്ടും മുട്ടുണ്ടായില്ലാട്ടോ. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. തൈച്ചെടികൾ വൻമരങ്ങളായി ആർച്ചു ചിരിച്ചു. കുഞ്ഞുമഴയെത്തി. കിണരിപ്പുഴ ചിരിച്ചൊഴുകി. പിന്നീട് മരം വെട്ടാൻ വന്നവരവർ കൂട്ടത്തോടെ കൊത്തിയൊടിച്ചു. പിന്നീട് അവർ ആ വഴി വന്നില്ല. കാട്ടിൽ വീണ്ടും സന്തോഷമെത്തി. കിളികൾ കൈകൂർത്തു പാടി. പഞ്ചവർണ്ണക്കാട്ടിൽ സന്തോഷമെത്തി. പാടാം ഒന്നായി പാടാം. ഐക്യമത്യം മഹാബലം. ആപത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കുക എന്നാണ് ഏറ്റവും വലിയ പുണ്യം. നന്ദി, നമസ്കാരം. Everyone, myself Al-Zud. I'm here to talk to you about online education is child friendly. Online education is electronically supported the learning that relies on the internet for teacher or student in direction and distribution of class materials. Online education in India has seen a rapid progress in the recent time, making it one of the most discussed subjects in the education domain. Online lessons are helping educational institutions around India with the COVID-19 lockdown to push ahead with the academic calendar. It has taken away some of the major limitations of classroom-based education, like location, accessibility, transportation, and cost. But the trend has raised many concerns among educational experts, including those at UNESCO and UNICEF. While some have expressed alarm about the potential dangers of internet exposure for young children, and others say they are scared the digital shift may alienate economically disadvantaged students who don't have the access to the technology that digital lessons require. Now I will tell you about the advantages and disadvantages of online classes. Online classes bring education right to your home. It has financial benefits. Online classes take you to be a self-discipline. It also offers more individual attention. Online classes may create a sense of isolation, loneliness among students. It requires you to be an active learner. It requires you to be a responsible child for your own learning. It also best for those who feel comfortable with technology, since the computer will replace the school bus as they are linked to school. Even the private virtual schools are much more affordable than a private day for a boarding school. Online classes also foster the development of important life skills like organization, independence, and self-advocacy that can help students to overcome their academic anxiety. Online courses give students the opportunity to plan study time around the rest of their day. Students can study and work at their convenience.
It gives learners plenty of time to digest, engage with each other, practice or do their own research. The teacher and student can interact with each other without the limitation of day or night. For providing study materials, clearing doubts or taking tests, the time is convenient to all participants. The teacher and student get the opportunity to maintain a warm relationship while communicating without fear. So of course online classes are child-friendly classes. With this, let me up my words on the same. Thank you. Have a nice day. Assalamu alaikum wa rahmatullahi ta'ala wa barakatuhu. I am Muhammad Minhaj. I am studying 5th standard in Albab Central School, Kattur. Nile Nadi തന്നോളങ്ങളുരയും അത്ഭുത കഥകൾ തുൾത്തടം പിടയും നൽവർ നബി മൂസതൻ ചരിതങ്ങൾ ഇശലില്ല നിവർത്തിരട്ടെ നൈൽ നദി തന്നോളങ്ങളുരയും അത്ഭുത കഥകൾ തുൾത്തടം പിടയും നൽവർ നബി മൂസതൻ ചരിതങ്ങൾ ഇശലില്ല നിവർത്തിരട്ടെ ആനായ കുഞ്ഞു പിറന്നാൽ വധിക്കണമെന്നരുൾ ചെയ്ത ഫറോവ ആ നാട് വാണിടും കാലം മൂസാ നബി പിറന്നേ നൈൽ നദി തന്നോളങ്ങൾ ഉരയും അത്ഭുത കഥകൾ തുൾത്തടം പിടയും നൽവർ നബി മൂസതൻ ചരിതങ്ങൾ ഇശലില്ല നിവർത്തിരട്ടെ ഒരു നാളിൽ മൂസ തനിച്ച് ഉമ്മ തനിച്ച് ഗീതം പതിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നൈലിഴുക്കുന്നേ ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മ തനിച്ച് ഗീതം പതിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നൈലിഴുക്കുന്നേ ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പൂവാസിയ ബീവി കണ്ടു തുറക്കുന്നേ പെട്ടി തുറന്നൊരു നേരം വട്ടമുഖത്തൊളി മോനെ കണ്ട് കുട്ടിയെ വാരിയെടുത്ത് മാറിൽ കൂട്ടുന്നേ പെട്ടി തുറന്നൊരു നേരം വട്ടമുഖത്തൊളി മോനെ കണ്ട് കുട്ടിയെ വാരിയെടുത്ത് മാറിൽ കൂട്ടുന്നേ കൊട്ടാരം കൊള്ളെ നടന്ന് ദുഷ്ടൻ ഫറോവെ കാണാതെന്ന് ആറ്റൽ പൂവാസിയ ബീവി കുഞ്ഞിനെ പോറ്റുന്നേ നൈൽ നദി തന്നോളങ്ങൾ ഉരയും അത്ഭുത കഥകൾ തുൾത്തടം പിടയും നൽവർ നബി മൂസതൻ ചരിതങ്ങൾ ഇശലില്ല നിവർത്തിരട്ടെ കൊട്ടാരം തന്നിൽ വളർന്ന് കുട്ടി ഉയർന്ന നബിയായി മാറി കൊല്ലാനായി രാജ ഫറോവ വികൽപ്പിക്കുന്നേ കൊട്ടാരം തന്നിൽ വളർന്ന് കുട്ടി ഉയർന്ന നബിയായി മാറി കൊല്ലാനായി രാജ ഫറോവ വികൽപ്പിക്കുന്നേ തൗഹീദിനുൾ വിളി കേട്ട് ആസിയ ബീവി വന്നു തടുത്ത് തൗഫീഖാലുടയവൻ മൂസ നബി കാക്കുന്നേ നേരിന്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞുള്ള ഫറോവയും കൂട്ടരും നെറുകേടുകൾ ഒരുപടി നാട്ടിൽ ചെയ്തു കൂട്ടുന്നേ നേരിന്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞുള്ള ഫറോവയും കൂട്ടരും നെറുകേടുകൾ ഒരുപടി നാട്ടിൽ ചെയ്തു കൂട്ടുന്നേ മൂസയും പരിവാരങ്ങളും കടലിൽ പിളർത്തി കര കണിയുമ്പോൾ മുട്ടൻ ഫറോവയും കൂട്ടരും വന്ന് കടലിൽ അമരുന്നേ നൈൽ നദി തന്നോളങ്ങൾ ഉരയും അത്ഭുത കഥകൾ തുൾത്തടം പിടയും നൽവർ നബി മൂസതൻ ചരിതങ്ങൾ ഇശലില്ല നിവർത്തിരട്ടെ ആണായ കുഞ്ഞു പിറന്നാൽ വധിക്കണമെന്നരുൾ ചെയ്ത ഫറോവ ആ നാട് വാണിടും കാലം മൂസാ നബി പിറന്നേ നൈൽ നദി തന്നോളങ്ങൾ ഉരയും അത്ഭുത കഥകൾ
നൽവർ നബി മൂസദൻ ചരിതങ്ങൾ ഇശലിൽ നിവർത്തിരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. காட்டு பயல கொஞ்சி போடா என்ன ஒரு காணி மொரட்டு முயல தூக்கி போக வந்த பயடா நீ கரட்டு காட கிடந்த என்ன திருட்டு மொழிக்காரா துரட்டி போட்டு ஏகிறடா நீ திருட்டு பூனை போல என்ன உருட்டி உருட்டி பார்த்து சுருட்ட பாம்பா ஆக்கி புட்ட நீ முந்தியில சொருகி வச்ச சில்லறைய போல நீ இடுப்பு மடிப்பில் என்ன நம்ம செஞ்சு புட்டு போற நீ பாரங்கள்ல இருந்த என்ன பஞ்சு போல ஆக்கி புட்ட என்ன வித்த வச்சிருக்க நீ யான பசி நான் உனக்கு யான பசி சோழ பொறி நீ எனக்கு சோழ பொறி பாசத்தால என்ன நீயும் பதற வைக்கிற பத்திக்கிட்டு எரியும் என்ன பார்த்து நிக்கிற சிகர தண்ட பார்வையால குளிர வைக்கிற தூரம் நின்ன என் மனச மேய வைக்கிற நான் விளைஞ்சு நிக்கும் பொம்பட வெக்கம் கட்டி நிக்கிற உச்சி கொட்ட வைக்கிறிய வாடா நீ எச்சி ஊற வைக்கிற என் உடம்ப தைக்கிற எதுக்கு தள்ளி நிக்கிற வாடா என்ன செய்ய ஒன்ன திக்க போறேன் கொஞ்சம் கொஞ்சமாக கொஞ்சி கொல்ல போறேன். Aisha Mahadia of class 1. Today I am telling a story of Foolish Donkey. There was once a donkey who liked music. During the day he carried loads. At night he broke the fences of the farms nearby and ate grasses from there. One night he met a jackal on the farm. The two became best friends. The donkey was strong and could kick the fences down. While the donkey ate the grass, the jackal ate the ducks and hens. This went on for many nights. One night the moon was shining brightly in the sky. Oh, it is such a beautiful night. I feel like singing, said the donkey. Please don't sing. The farmers will hear us, said the jackal. Oh, you do not like music like me. And lifting his head up to look at the moon, he began singing. The jackal ran away. There is a donkey outside, cried the farmers. They chased the donkey out of the farm. The foolish donkey learned that there is a time and place for everything. Moral of the story, there is a time and place for everything. Thank you. Good morning. I'm Jia Fatima from Quranic UKG. On this momentous occasion, I would like to express my thoughts on love. Love is the greatest motivation of life. Every human mind wants to love and to be loved. But unfortunately, we sometimes get genuine love from others. It's a pity. Everybody is involved in a man's combat for money and power. And no one gives any importance to love. Friends, it's high time we realize the value of love in life. Be lovable to your fellow beings. I don't wish to prolong my talk. I wish you all the best. Thank you. Hi, my name is Imna Rashid. Today I am going to tell about a story of crazy dog. His name is Jack. One day Jack was
walking in the road. He was very hungry. Suddenly he found one piece of meat. He wanted to take it somewhere else where he could eat it. While crossing the bridge, Jack saw his reflection in the water. He thought it was the another duck. Jack opened his mouth to bark at the dog. The piece of meat fell into the water. Jack did not get any piece of meat. Moral of the story is greed is harmful. Do not be greedy. Thank you. ശ്രീ വിനോദ് പൂക്കോടിൻ്റെ കാട്ടുപൂവ് എന്ന കവിത. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിന്നും വിരുത്തിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നൊന്നു നിന്നിടും. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമില്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമില്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ.
मौसम छे अब आओ मेरे पास रह जाओ मेरे साथ प्रेमनिया मौसम छे हो गई रात मन भूलो बदीवार प्रेमनिया मौसम छे अब आओ मेरे पास रह जाओ मेरे साथ प्रेमनिया मौसम छे मिल जाए मुझको अगर साथ तेरा तो भूलूं मैं सारा सोगाड़ा तारा छबीला तारा रंगीला तारा रंग भेद जुए तारी बात सोगाड़ा तारा ओए छबीला तारा ओए रंगीला तारा रंग भेद जुए तारी बात रे छुप के तुम्हें देखा मैं करूं सारी सारी रात छुप छुप के मुझे देखा तू कर सारी सारी रात मिल जाए मुझको अगर साथ तेरा तो भूलूं मैं सारा सोगाड़ा तारा छबीला तारा रंगीला तारा रंग भेद जुए तारी बात सोगाड़ा तारा ओए छबीला तारा ओए रंगीला तारा रंग भेद